ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു കോൺ റെസിപ്പിയാണ്. ഇത് കാണുന്ന പോലെ സ്വീറ്റ് കോണും മസാല കോണാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ 2 വലിയ കോണുണ്ട്. ഫ്രഷാണ്, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയാണ്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രോസൺ ആയാലും കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുക്കാം. ഈ സ്വീറ്റ് കോണും മസാല കോണും ഒക്കെ ആക്ച്വലി ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ഫുഡാണ്. അതുപോലെ തന്നെ മോളിലൊക്കെ കാണാം, ഈ തിയേറ്ററിൻ്റെ അടുത്തും. അതുപോലെ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി വാങ്ങിപ്പോവും. ഈ ബട്ടറിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ വരുമ്പോൾ പോപ്കോണിൻ്റെ അതേ ഒരു സ്മെല്ലൊക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് കുറേ ലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പറിച്ചെടുത്ത് കളഞ്ഞു. ഈ കോൺ യൂസ് ചെയ്ത് നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ചെയ്യാൻ പറ്റും. സ്വീറ്റ് കോൺ ചെയ്യാം, അതുപോലെ ചീസ് കോൺ ചെയ്യാം, മസാല കോൺ ചെയ്യാം, ചാട്ട് കോൺ ചെയ്യാം. അങ്ങനെ ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെട്ട മസാലാസൊക്കെ മിക്സ് ചെയ്ത് ഒത്തിരി വെറൈറ്റീസൊക്കെ ചെയ്യാം. അപ്പം അതിൽ ഏറ്റവും സിമ്പിളാണ് സ്വീറ്റ് കോണ്. അതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ കിടത്തി കട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര പാടായിരുന്നു. നമുക്കിത് കുത്തനെ വെച്ച് കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഹാർഡായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഒരു ടാസ്ക്കായി ഇപ്പോൾ ഇങ്ങനെ വെച്ച്. അപ്പോൾ ഇങ്ങനെ വെച്ച് കുത്തനെ തന്നെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഫുൾ അതിൻ്റെ അന്ന് കിട്ടുന്നുണ്ടായില്ല. ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. പക്ഷേ അത് നടന്നില്ല. ഇപ്പം കറക്റ്റായിട്ട് വേഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഫുൾ പോർഷനും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ കട്ട് ചെയ്തപ്പോൾ കുറേ പോർഷൻസൊക്കെ അവിടെ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ നിന്നുപോയി. സാരമില്ല, ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കോണേ എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ക്ലീൻ ചെയ്തൊന്ന് ഞാൻ വാഷൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം വെച്ച് ആവി കൊള്ളിച്ചിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. അത് പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ ഈ സ്ട്രീറ്റിലൊക്കെ ചെയ്യുന്നവരിങ്ങനെ ആവി കൊള്ളിക്കുക ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച്, അടിയിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5-10 മിനിറ്റ് മതി. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി വെന്തോന്ന്. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്വീറ്റ് കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലൊരു മഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൻ്റെ ഒരു കോണിൻ്റെ ഒരു പകുതി പോർഷൻ ഞാൻ സ്വീറ്റ് കോണും പകുതി ഞാൻ മസാല കോണാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പകുതി കോണ് കപ്പിലേക്ക് എടുക്കാം. നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. അപ്പം ഈ ചൂടോടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം സ്വീറ്റ് കോണിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ഒരു ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ സ്വീറ്റ് കോൺ റെഡിയാണ്. ആ മിക്സിങ്ങിൽ ആ ബട്ടർ ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ആ പോപ്കോണിൻ്റെ അല്ലെങ്കിൽ സ്വീറ്റ് കോണിൻ്റെയൊക്കെ അടുത്തു കൂടെ പോകുന്ന അതേ സ്മെല്ലാണ് വരുന്നത്, ഫുൾ ബട്ടറിൻ്റെ. അപ്പം നമുക്കിതുപോലൊരു കപ്പിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ സ്വീറ്റ് കോണേക്കും കുറച്ചും കൂടെ ഇഷ്ടമാവുക. മസാല കോണിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുക സ്വീറ്റ് കോണേക്കും. അപ്പം നമ്മുടെ സ്വീറ്റ് കോൺ റെഡിയാണ്. ഇനി നമുക്ക് മസാല കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് തക്കാളി, ഹാഫ് ഉള്ളി, അതുപോലെ ഒരു ഹാഫ് പോർഷൻ ലെമൺ, കുറച്ച് മല്ലിയിലയും വേണം. അപ്പോൾ എല്ലാം ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞതിന് ശേഷം ലെമണിൻ്റെ നീര് ഇതിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള കോൺ ഇതുപോലെ കപ്പിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ
മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ സ്വീറ്റ് കോണിൽ ആഡ് ചെയ്ത പോലെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിൽ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് കോൺ വേറെ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ചീസും ചേർക്കുന്നുണ്ട്. ചീസ് ഓപ്ഷണലാണ്, ബട്ടർ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായില്ല. നാരങ്ങനീരുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ മസാല കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് മാറ്റാം. സ്വീറ്റ് കോണും മസാല കോണും രണ്ട് വെറൈറ്റീസാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ചീസ് ഇട്ടുന്നേ ഉള്ളൂ. നമുക്ക് ചീസ് മാത്രം ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചീസും ബട്ടറും ആഡ് ചെയ്തിട്ട് ചീസ് കോൺ ചെയ്യായിരുന്നു. അപ്പം തൽക്കാലം ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വേറെ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി കോൺ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്യാതെ എല്ലാവരും ഇതുപോലെ സ്വീറ്റ് കോണും മസാലക്കോണും അതുപോലെ ചീസ് കോണും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു.